അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വയനാട്ടിൽ നിന്ന് ഹുദവി കോഴ്സ് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അതിലെ വസ്തുതകൾ എന്ന് നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ ഭാരവാഹികളുമൊക്കെ ആയിട്ട് അന്വേഷിച്ച് പല തെറ്റിദ്ധാരണകളും കുപ്രചരണങ്ങളും ചിലർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മളെങ്ങനെ മനസ്സിലാക്കണം, എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് കൃത്യമായിട്ട് നമുക്കിവിടെ വിശകലനം ചെയ്യാം. വയനാട്ടിലെ ഒരു അഭിമാന സ്ഥാപനം തന്നെയായിരുന്നു വാഗേരിയിലെ ശിഹാബ് തങ്ങൾ അക്കാദമി, അഥവാ വയനാട് ജില്ലയിലെ ബത്തേരി മേഖല SKSSF നടത്തുന്ന സ്ഥാപനമായിരുന്നു അത്. ശ്രദ്ധിക്കണം, അതിൻ്റെ മേൽനോട്ടം ആരായിരുന്നു, അത് സ്ഥാപിച്ചത് ആരായിരുന്നു, അത് ആര് നടത്തുന്നതാണ്? SKSSF ബത്തേരി മേഖല കമ്മിറ്റി. അങ്ങനെ കുറച്ച് വർഷങ്ങളായി അത് അഭിമാനകരമായ മുന്നേറ്റത്തോടെ മുന്നോട്ട് പോകുന്നതിനിടയിൽ അവിടെ നിയമിതരായ ചില ഹുദവി അധ്യാപകർ, ഇവർ ഈ ഇപ്പോഴത്തെ സമസ്തയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയാലോ, ഇതിൽ സമസ്തയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന സുഹാബികളുടെ ഓരം ചേർന്നുകൊണ്ട് സമസ്ത വിരുദ്ധത ഈ കുട്ടികളിൽ, അതായത് SKSF നടത്തുന്ന സമസ്തയുടെ മക്കളാക്കി വളർത്താൻ വേണ്ടി അധ്യാപകർ കൊണ്ടുവന്നാക്കിയ കുട്ടികളിൽ സമസ്ത വിരുദ്ധത കുത്തി നിറക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അവിടുത്തെ മാനേജ്മെൻറ്റ് അത് കയ്യോടെ പിടികൂടുകയും തടയുകയും ചെയ്തു. അതിലൊരു ഉദാഹരണമാണ് സമസ്തക്കെതിരെ തിരുത്ത് എന്ന പരിപാടി. ഹുദവികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹാദിയ നടത്തിയ തിരുത്ത് എന്ന ആ കുപ്രസിദ്ധമായ പരിപാടി, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ പോലും ഒരു പേട് ഹുദവി വിമർശിച്ചുകൊണ്ട് സംസാരിച്ച വളരെ നീചമായ ഒരു സ്ഥാപനം, സമസ്തയുടെ കീഴിലുള്ള ഒരു സ്ഥാപനം എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് ചരിത്രത്തിലാദ്യമായിട്ട് തെറിച്ച ചില ഹുദവികൾ നടത്തിയ ആ വളരെ മോശപ്പെട്ട ആ പരിപാടി വയനാട്ടിലെ സമസ്തക്കാർ അതിയായി സ്നേഹിക്കുന്ന ഈ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് ടെലികാസ്റ്റ് ചെയ്തു. ഇത് അവിടുത്തെ ആളുകൾ ചോദ്യം ചെയ്തു. അവിടുത്തെ മാനേജ്മെൻറ്റ് സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾ ചോദ്യം ചെയ്തപ്പോൾ അത് കുട്ടികൾക്ക് സത്യവും അസത്യവും മനസ്സിലാക്കാനുള്ള ഒരു വഴി ഞങ്ങൾ തുറന്നു കൊടുത്തതാണ് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുകയായിരുന്നു അവിടെ ഈ പറയപ്പെട്ട അധ്യാപകരായ ഹുദവികൾ. മാത്രമല്ല, ഇതിന് പുറമെ മറ്റ് എല്ലാ സമസ്ത വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഈ കുട്ടികളിലേക്ക് അതിൻ്റെ മരുന്ന് കുത്തിവെക്കുന്ന പരിപാടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇതൊന്നും ഒരിക്കലും വകവെച്ച് കൊടുക്കില്ല. കാരണം ഇത് SKSSFൻ്റെ കീഴിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇത് സ്വതന്ത്രമായിട്ട് ലിബറൽ ഹുദവികളെ വാർത്തെടുക്കാൻ ഈ സ്ഥാപനം വിട്ടുതരില്ല. മാത്രമല്ല, നല്ല കറകളഞ്ഞ സമസ്തയുടെ പണ്ഡിതന്മാരുടെ മക്കളടക്കം സമസ്തയുടെ സ്ഥാപനം എന്ന നിലക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട മക്കളാണ്. അതുകൊണ്ട് അവരെ ഇത്തരം ലിബറൽ ഹുദവികളാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന അർത്ഥത്തിൽ തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റ്, സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ, കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഇടപെടുകയും അതിന് തടയിടുകയും ചെയ്തു. എന്നാൽ ഇവർ ആ കമ്മിറ്റിയെയും മാനേജ്മെൻറ്റിനെയൊക്കെ ധിക്കരിച്ച് സ്ഥാപനത്തിനെതിരെ അവിടുത്തെ വിദ്യാർത്ഥികളെ കൊണ്ട് സമരം നയിക്കുക പോലും ചെയ്യിപ്പിച്ചു ഈ പറയപ്പെട്ട ആളുകൾ. മാത്രമല്ല, സ്ഥാപനത്തിനെതിരെ സമരം ചെയ്തു എന്ന് മാത്രമല്ല, ഈ വിദ്യാർത്ഥികളിൽ നിന്ന് അവരുടെ രക്ഷിതാക്കളിലേക്ക് കൂടി ഈ സമസ്ത വിരുദ്ധത കുത്തി നിറക്കാനും അവരെ പറഞ്ഞ് പറ്റിച്ച് സ്ഥാപനത്തിനെതിരെയും ആ സ്ഥാപനം നടത്തുന്ന നല്ലവരായ സമസ്ത പ്രവർത്തകർക്കെതിരെയും ഇല്ലാത്ത ദുരാരോപണങ്ങൾ രക്ഷിതാക്കളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയതിൻ്റെ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊന്നും അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ഈ സുഹാബി ആശയവുമായിട്ട് മുന്നോട്ടു പോകാൻ ഈ സ്ഥാപനം പര്യാപ്തമല്ല എന്നറിഞ്ഞപ്പോൾ അവർ തന്നെ ഈ അധ്യാപകർ പല കോളേജുകളിലേക്കും ഇവരുടെ പല ബ്രാഞ്ചുകളിലേക്കും വിളിച്ച് അവർ തന്ത്രപരമായിട്ട് കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ ശരിയാക്കി. എന്നിട്ട് ഇവിടുത്തെ കുട്ടികളെ മുഴുവൻ അത്തരം സ്ഥാപനങ്ങളിലേക്ക് ഇവർ റിക്രൂട്ട് ചെയ്തു. ഈ സ്ഥാപനത്തിൽ നിന്ന് പോകണമെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിൽ ആദ്യം അഡ്മിഷൻ റെഡിയാക്കിയിരിക്കണം.
അത് ഇവരുടെ ഈ കൂട്ടായ്മയിലൂടെ, ഈ കണക്ഷനിലൂടെ അത് റെഡിയാക്കിയതിന് ശേഷമാണ് ഇവിടുത്തെ കുട്ടികളെ മുഴുവൻ ഈ വർഷം മറ്റുള്ള കോളേജുകളിലേക്ക് ഇവർ റിക്രൂട്ട് ചെയ്തത്. കോളേജ് തുറന്നപ്പോൾ കുട്ടികളൊന്നും വരാത്ത ഒരു സാഹചര്യമുണ്ടായി. എത്രത്തോളം എന്ന് വെച്ചാൽ കുട്ടികളെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ മാനേജ്മെൻറ്റ് 1,00,000 അടുത്ത് രൂപ വരുന്ന ഭക്ഷണ സാധനങ്ങൾ പോലും അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കോളേജ് തുറക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ, ധാന്യങ്ങളൊക്കെ വാങ്ങി വെക്കുമല്ലോ. ക്യാൻറ്റീനിലേക്കുള്ള ഭക്ഷണ വസ്തുക്കൾ 1,00,000 രൂപയുടെ അടുത്ത് വരുന്ന ഭക്ഷണ വസ്തുക്കൾ വരെ കളക്ട് ചെയ്ത് ആ കോളേജൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവരിങ്ങനെ പോയാൽ ഇവരെ നന്നാക്കിയെടുക്കാം എന്നാണ് മാനേജ്മെൻറ്റ് വിചാരിച്ചത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഇത് ഒരിക്കലും ഇവർക്ക് വളക്കൂറുള്ള മണ്ണല്ല. ഇത് സമസ്ത വിട്ടുകൊണ്ട് കളിക്കാൻ വയനാട്ടിലെ ആളുകൾ സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് ഇവരിതിനെ പടിയിറക്കിയത്. അതായത് ഇവർക്കിവിടെ സമസ്തയുടെ മണ്ണിൽ ഇവർക്ക് വളക്കൂറില്ല, ഇവരുടെ സുഹാബി ആശയങ്ങൾക്ക് വളക്കൂറില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവർ തന്നെയാണ് ഇവിടുന്ന് ഈ കോഴ്സ് എടുത്ത് ഒഴിവാക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. അൽഹംദുലില്ലാ, അതെന്തായാലും സമസ്തയുടെ മക്കൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയായി. കാരണം സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് SKSF രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് നടത്തുന്ന സ്ഥാപനങ്ങളിലും ആ സുന്നത്ത് ജമാഅത്തിൻ്റെ മക്കളാണ് വളർന്നു വരേണ്ടത്. അതാണ് സമസ്തക്കാർ ആഗ്രഹിക്കുന്നതും. അല്ലാതെ വഹാബികളോടും ജമാഅത്തിനോടുമൊക്കെ കൂടി ഒരു ജനറൽ ഇസ്ലാമിനെ സൃഷ്ടിച്ചെടുക്കുന്ന ഹുദവികളെയോ മറ്റു ബിരുദധാരികളെയോ സമസ്തക്ക് ആവശ്യമില്ല. അങ്ങനത്തെ വരെ ചെലവ് കൊടുത്തും തങ്ങളുടെ സമ്പത്ത് കൊടുത്തും പോറ്റി വളർത്താൻ, സമസ്തക്കെതിരെ കുതിര കയറുന്നവരെ വളർത്തിയെടുക്കാൻ ഒരിക്കലും സമസ്തയുടെ മക്കൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു മുസീബത്ത് ഒഴിവായി കിട്ടി എന്ന് തന്നെയാണ് നമുക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റും. കാരണം അത്രയും സമസ്തക്കെതിരെ, സമസ്ത വിരുദ്ധത കുത്തിനിറക്കുന്ന ഒരു ജനറേഷനെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര അപകടകരമായ മറ്റൊന്നുമില്ല. അത്ര പരിക്ക് ഈ സമുദായത്തിന് മറ്റൊന്നും ഉണ്ടാക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം സ്ഥാപനങ്ങളിലേക്കൊക്കെ മക്കളെ പറഞ്ഞയക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. എന്തായാലും ഇവിടുന്ന് ഈ കോഴ്സ് കുട്ടികളെ പിൻവലിച്ചപ്പോൾ അവിടെ നാട്ടുകാരായ ചില ആളുകൾ ഈ കോഴ്സ് തന്നെ, ഉദവി കോഴ്സ് തന്നെ അവിടെ വേണം എന്ന് പറഞ്ഞ് കഥയൊന്നും അറിയാത്ത ചില ആളുകൾ ആട്ടം കാണാൻ വേണ്ടി വന്നു. ആ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്നവരെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് അവരന്തം വിടുന്നത്. അങ്ങനെ ചില ആളുകൾ, ചില രാഷ്ട്രീയ താൽപരരായ, ഇവരെ പിന്തുണക്കാൻ താല്പര്യമുള്ള ചില ആളുകൾ അതിൽ കടിച്ചു തൂങ്ങി അവിടെ ഉദവി കോഴ്സ് തന്നെ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പിൻവലിച്ച കുട്ടികളെ തിരിച്ചു തരണമെന്ന് മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടു. പക്ഷേ അത് കൊടുക്കാൻ ഷാഫി ഹാജിയോ മറ്റോ തയ്യാറായില്ല. ആ കുട്ടികളെ തിരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മുഷാവറയുമായി ആലോചിച്ചുകൊണ്ടും മറ്റുള്ള സമസ്തയുടെ പണ്ഡിതന്മാരുമായി ആലോചിച്ചുകൊണ്ടും ആ കോഴ്സ്, ഉദവി കോഴ്സ് ഒഴിവാക്കാനും പകരം അവിടെ റാസി കോഴ്സ് ആരംഭിക്കാനും അവിടുത്തെ മാനേജ്മെൻറ്റ് നിർബന്ധിതരായി. അങ്ങനെ അവർ ഈ റാസി കോഴ്സുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അൽഹംദുലില്ലാ, ഇനി അവിടെ നല്ല സമസ്തക്കാരായ നല്ല അധ്യാപകരെ വെക്കുകയും നല്ല സമസ്തക്കാരായ മക്കളെ അവിടെ വളർത്തിയെടുക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. മാത്രമല്ല, ഇവിടുന്ന് പിൻവലിക്കപ്പെട്ട കുട്ടികളിൽ തന്നെ പല കുട്ടികളും ഈ ഉദവി കോഴ്സ് തന്നെ ഒഴിവാക്കി അവർക്കും അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ കാര്യം ബോധ്യപ്പെട്ടപ്പോൾ ഇത് സമസ്ത വിരുദ്ധതയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പല കുട്ടികളും നന്ദി ദാറുസലാമിലേക്ക് പോയി, ചില കുട്ടികൾ SNECയിലേക്ക് പോയിട്ടുണ്ട്, ചില കുട്ടികൾ മുണ്ടക്കുളം ജലാലിയയിലേക്കും ചേർന്നിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ സമസ്തയുടെ മക്കൾ സുരക്ഷിതമായിട്ട് ഓരോ സ്ഥാപനങ്ങളിൽ കയറിയിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്ത് വേണം എന്നാഗ്രഹിക്കുന്ന സമസ്തയിലൂടെ വളരാൻ താല്പര്യപ്പെട്ടുകൊണ്ട് അവിടെ ചേർത്തിയ ആളുകളെ, ഈ കുട്ടികളെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ നന്ദി ദാറുസലാമിലും മുണ്ടക്കുളത്തും അതുപോലെ SNECയിലൊക്കെ മാറ്റി ചേർത്തിട്ടുണ്ട്. മറ്റു ചില ആളുകൾ വളരെ കുടുങ്ങിയിട്ടും ഇവരുടെ ചില ബ്രാഞ്ചുകളിലേക്ക് പോയ ആളുകളുണ്ട്. ഏകദേശം ഇൻഷാ അല്ലാഹ് ഇവർക്ക് വളർന്നു വരുമ്പോൾ ഏകദേശം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ആളുകളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ സമൂഹത്തിൽ വലിയ ഫിത്നയുണ്ടാക്കുന്ന ഈ വിഭാഗത്തെ, സമസ്തയുടെ സ്ഥാപനങ്ങളിൽ കയറി ആ സമസ്തയുടെ സ്ഥാപനത്തിൽ സമസ്ത വിരുദ്ധതയും സുന്നത്ത് ജമാഅത്തിൻ്റെ വിരുദ്ധതയും കുത്തിക്കയറ്റാനുള്ള ശ്രമങ്ങൾക്ക്
തടയിടുക എന്ന് തന്നെയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു സമസ്തക്കാരൻ്റെ ഉദ്യമം, ജിഹാദ്. ആ സ്ഥാപനത്തിൻ്റെ മേലധികാരികളെ നമ്മൾ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഇപ്പോൾ ചില ആളുകൾ അതിനെതിരെയും പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് ആ സ്ഥാപനത്തിലേക്ക് കയറുകയും അവിടുത്തെ അധ്യാപകരെ മർദ്ദിക്കുകയും ചെയ്ത ആ വാർത്തകളും വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു. ഇവർ ആരെയാണ് ധിക്കരിക്കുന്നത്? ഇത് സമസ്ത മുഷാവറയുടെ, ജില്ലാ മുഷാവറയുടെ, ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് റാസി കോഴ്സ് ആരംഭിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ ആശീർവാദത്തോടെയാണ് അത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനെ എതിർത്ത് ഇനിയും മറ്റേ കോഴ്സ് തന്നെ വേണം, അല്ലെങ്കിൽ അവർ പറയുന്ന കോഴ്സുകൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് സുഹാബികൾ അവിടേക്ക് വന്ന് കയ്യാങ്കളിയോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ അവർ തിരിച്ചറിയുക, നിങ്ങൾ സമസ്തയുടെ സ്ഥാപനത്തിൽ കയറി കളിക്കരുത്. നിങ്ങൾക്ക് രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്ക് മറ്റുള്ള മാർഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുടെ ആകെത്തുക. ഇനി അതിൻ്റെ തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. ഈ ഹുദവിമാർ, അവിടെ വന്ന അധ്യാപകരായ ഹുദവിമാർ രക്ഷിതാക്കൾക്ക് അയച്ച വോയിസുകൾ, അവരുടെ ഗ്രൂപ്പുകളിൽ സയ്യിദുൽ ഉലമയെ പരിഹസിച്ചുകൊണ്ട് എഴുതിയ എഴുത്തുകൾ, ആ തിരുത്ത് എന്ന പരിപാടിയെ പ്രദർശിപ്പിച്ചത് ചോദ്യം ചെയ്തപ്പോൾ അതിനവർ കൊടുത്ത മറുപടികൾ, രക്ഷിതാക്കളുടെ വോയിസുകൾ, ഇങ്ങനെ പല തെളിവുകളുണ്ട്. ആവശ്യമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മൾ വരും. തെളിവുകൾ വിത്ത് എവിഡൻസോടുകൂടെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് വിശദീകരിക്കും. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമസ്തയിലായി, സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിലായി ജീവിച്ച് മരിക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ ആ ഒരു പാതയിൽ അല്ലാഹു തആല അടിയുറപ്പിച്ച് നിർത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.